CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനം ഇന്ന് രണ്ടാം ദിവസമാണ്. ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ചർച്ച തുടരും. 5.5 മണിക്കൂർ നിശ്ചയിച്ച ചർച്ച വൈകിട്ടോടെ പൂർത്തിയാകും. അതിനുശേഷമാണ് പിന്നീട് പൊതുചർച്ചയിന്മേൽ മറുപടി നൽകുന്ന കാര്യങ്ങളടക്കമുള്ള മറ്റ് സംഘടനാ നടപടിക്രമങ്ങൾ. പി കുട്ടൻ വടകരയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ് വാർത്തയുടെ വിവരങ്ങളുമായി. നോക്കാം ഇന്ന് CPIM കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിന്റെ സംഘടനാപരമായ നടപടിക്രമങ്ങൾ എങ്ങനെയാണെന്ന്. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. കുറേ ദിവസമായി നമ്മൾ കണ്ടിട്ട്. തെയ്യത്തിന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞോ? അതെ, തെയ്യത്തിന്റെ തിരക്കുകൾ കഴിഞ്ഞ് ഇപ്പോൾ സമ്മേളനങ്ങളുടെ തിരക്കുകളിലേക്കായി. അതെ, അമ്പല കമ്മിറ്റി വിട്ട് ഇനി നേരെ നമ്മളിതാ സമ്മേളന നഗരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ വരുമ്പോൾ ഇന്ന് കോഴിക്കോട് ജില്ലാ സമ്മേളനം രണ്ടാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഘടനാപരമായ നടപടിക്രമങ്ങൾ? മനു, ഇന്നലെ ജില്ലാ സെക്രട്ടറി പി മോഹൻ മാസ്റ്റർ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു. ആ റിപ്പോർട്ടിന്മേലുള്ള ചർച്ച ഇന്നലെ തന്നെ ആരംഭിച്ചിരുന്നു. ആ ചർച്ച ഇന്നും തുടരും. 5.5 മണിക്കൂറാണ് ചർച്ചയ്ക്ക് നിശ്ചയിച്ച സമയം. ഇന്നലെ 2.25 മണിക്കൂർ നേരം സമയമെടുത്തുകൊണ്ട് 17 പ്രതിനിധികൾ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9:30 മുതൽ സമ്മേളനം വീണ്ടും ആരംഭിക്കും. ഇന്നത്തെ നടപടിക്രമങ്ങൾ ആരംഭിക്കും. ഇന്നും പ്രധാനമായും ചർച്ചകൾ തന്നെയാണ്. ബാക്കി 3.25 മണിക്കൂർ നേരമുള്ള ചർച്ച ഇന്ന് നടക്കും. അതിനുശേഷം ഇന്ന് വൈകിട്ട് ജില്ലാ സെക്രട്ടറി അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിനുള്ള ചർച്ചകൾക്ക് മോഹൻ മാസ്റ്റർ മറുപടി നൽകും. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനാ വിഷയങ്ങൾ ഉൾപ്പെടെയുള്ള സംഘടനാ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചകൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ ഉൾപ്പെടെയുള്ള നേതാക്കൾ മറുപടി പറയും. അതാണ് ഇന്നത്തെ പ്രധാനമായുള്ള അജണ്ട. ഇന്നലെ അവതരിപ്പിച്ച ആ റിപ്പോർട്ടിനകത്ത് കഴിഞ്ഞ സമ്മേളന കാലയളവിൽ CPIM കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള വളർച്ച ഉണ്ടായതായുള്ള വിവരങ്ങൾ ഉണ്ട്. അതിനകത്ത് പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്. 4037 അംഗങ്ങൾ വർദ്ധിച്ച് അംഗങ്ങളുടെ ആകെ എണ്ണം 55,624 ബ്രാഞ്ചുകൾ 4501 ബ്രാഞ്ചുകളാണ്. ഈ സമ്മേളന കാലയളവിൽ 194 ബ്രാഞ്ചുകൾ വർദ്ധിച്ചു. ലോക്കൽ കമ്മിറ്റികളുടെ എണ്ണം 284 ഇതിനകത്ത് 17 ലോക്കൽ കമ്മിറ്റികളുടെ വർധനവ് ഈ സമ്മേളന കാലയളവിൽ ഉണ്ടായതായി പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പാർട്ടി അംഗങ്ങളുടെ എണ്ണത്തിൽ 27% വനിതകളാണ്. അത്തരത്തിൽ പാർട്ടിക്കുണ്ടായ വലിയ നേട്ടങ്ങളാണ്, പാർട്ടി കൈവരിച്ച മുന്നേറ്റങ്ങളൊക്കെ ഈ റിപ്പോർട്ടിനകത്ത് പറയുന്നുണ്ട്. അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഈ പ്രവർത്തന റിപ്പോർട്ടിനുള്ള ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് സംഘടനാ കാര്യങ്ങളൊക്കെ ചർച്ചകൾ വരുന്നു. ഇന്നും ഇന്ന് വൈകിട്ട് വരെ ചർച്ച തുടരുന്നുണ്ട്. അതിനുശേഷമാണ് ചർച്ചകൾക്കുള്ള മറുപടി. നാളെ രാവിലെ പുതിയ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ്, അതോടൊപ്പം തന്നെ ജില്ലാ സെക്രട്ടറിയും തെരഞ്ഞെടുക്കും. ഉച്ചയ്ക്ക് ശേഷമാണ് പൊതുസമ്മേളനം നടക്കുക. ഈ പ്രതിസമ്മേളന നഗരിയിൽ തന്നെയാണ്, ഇവിടെ വലിയ മൈതാനമാണ്, ഇവിടെ തന്നെയാണ് പൊതുസമ്മേളനം നടക്കുക. റെഡ് വണ്ടർ മാർച്ചും റാലിയും മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ അംഗവുമായ പിണറായി വിജയനാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ, പോളിറ്റ് ബ്യൂറോ അംഗം വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ, മറ്റ് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടറി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ വിപുലമായ ഒരു നിര തന്നെ കോഴിക്കോട് ജില്ലാ സമ്മേളനത്തിൽ 3 ദിവസങ്ങളായി പങ്കെടുക്കുന്നുണ്ട്. മനു, ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ സമ്മേളനം പ്രമേയങ്ങളും അവതരിപ്പിക്കുന്നുണ്ടല്ലോ എല്ലായിടത്തെ പോലെ തന്നെ. പ്രധാനമായും ജില്ലയുടെ ജനകീയ പ്രശ്നങ്ങൾ, മറ്റ് രാഷ്ട്രീയ വിഷയങ്ങളടക്കം മുന്നോട്ട് വെച്ചുകൊണ്ട് വലിയ പ്രമേയങ്ങളൊക്കെ സമ്മേളനത്തിന്റെ ഭാഗമായി വന്നിട്ടുണ്ടായിരുന്നല്ലേ കുട്ടൻ? അവൻ ഇന്നലെ അവതരിപ്പിച്ച പ്രമേയം എന്നുള്ളത് സംസ്ഥാന സർക്കാരിനെതിരെ നടക്കുന്ന അപവാദ പ്രചരണങ്ങളെയും അതോടൊപ്പം തന്നെ പ്രത്യയശാസ്ത്ര കടന്നാക്രമണങ്ങളെയും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നുള്ള പ്രമേയമായിരുന്നു ഇന്നലെ അവതരിപ്പിച്ചിരുന്നത്. അത് നമുക്കറിയാവുന്നതുപോലെ തന്നെ LDF സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള കള്ളപ്രചാരണങ്ങൾ നടക്കുന്ന ഒരു കാലഘട്ടമാണിത്. കേന്ദ്ര സർക്കാരിൻ്റെ വർഗീയ നയങ്ങൾക്കെതിരെ, കോർപ്പറേറ്റ് നയങ്ങൾക്കെതിരെ ശക്തമായ ബദൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏക സംസ്ഥാന സർക്കാർ എന്നുള്ളത് കേരളത്തിലെ LDF സർക്കാരാണ്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിനെ അട്ടിമറിക്കുന്നതിനും സർക്കാരിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്നതിന് വേണ്ടിയുള്ള വലിയ രീതിയിലുള്ള നീക്കങ്ങൾ പല ഭാഗത്തുനിന്നും നടക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ ജാഗ്രത വേണമെന്നും അതിനെ വലിയ രീതിയിൽ പ്രതിരോധിക്കണമെന്നും ആഹ്വാനം ചെയ്യുന്ന പ്രമേയമായിരുന്നു ഇന്നലെ സമ്മേളനത്തിൽ അവതരിപ്പിച്ചത്. ഇന്നും പ്രമേയങ്ങൾ ഉണ്ടാകും. വിവിധ വിഷയങ്ങൾ, ജില്ലയിലെ ജനകീയ വിഷയങ്ങൾ ഉൾപ്പെടെ, നമുക്കറിയാം വന്യജീവി ആക്രമണങ്ങൾ ഉൾപ്പെടെയുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പ്രമേയങ്ങളൊക്കെ ഇന്ന് വരും. അതോടൊപ്പം തന്നെ ദേശീയ അന്താരാഷ്ട്ര വിഷയത്തിൽ ഉൾപ്പെടെയുള്ള പ്രമേയങ്ങളൊക്കെ ഇന്ന് വരാനാണ് സാധ്യത. ശരി, ഓക്കെ, താങ്ക് യു. പി കുട്ടനാണ് കോഴിക്കോട് ജില്ലാ സമ്മേളന നഗരിയിൽ നിന്ന് നമുക്ക് ഈ സമഗ്രമായ വിവരങ്ങൾ നൽകിയത്. ഇന്നിപ്പോൾ പൊതുചർച്ച തുടരും. അതിനുശേഷം ഈ ചർച്ചയിന്മേൽ മറുപടി നൽകും ജില്ലാ സെക്രട്ടറി അടക്കമുള്ളവർ, അതിൻ്റെ സംസ്ഥാന നേതൃത്വം. അതിൻ്റെ വിവരങ്ങളാണ് കുട്ടൻ നമുക്ക് നൽകിയത്.